തിരക്കും ബിസിയൊക്കെ ആയിപ്പോയി. എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നും അല്ല കേട്ടോ, ഞങ്ങള് തണ്ണീർമുക്കം ബണ്ടിന്റെ അവിടെ ചൂണ്ടിടാൻ പോയത്. നല്ല കൂരുവാള കിട്ടണമെന്ന് പറഞ്ഞ്. നമുക്ക് കൂരുവാള കിട്ടുമോ എന്ത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ സൂരജ്, അളിയൻ, അക്കു എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. എന്തായാലും പിന്നെ നമ്മൾ ഫിഷ് ട്രാപ്പ് മേടിച്ചിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്പോൾ തീറ്റ ആയിട്ട് ഞങ്ങൾ കോഴിക്കുടലും മൈദപ്പൊടിയൊക്കെ വെച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കോഴിക്കുടൽ വേറെയാണ് കേട്ടോ, പിന്നെ ചെമ്മീനും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഞങ്ങളുടെ മറ്റേ വലിയ സ്റ്റിക്കൊന്നും ഇല്ല കേട്ടോ, മറ്റേ ഇങ്ങനെ എറിയണ ചൂണ്ടയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊരു നൂല് കെട്ടി മറ്റേ കഴിച്ചുകൊണ്ട് ഇടാതെ പോകുന്നത് കേട്ടോ. അപ്പം എന്തായാലും ബാക്കി ഞങ്ങൾ അവർ ചെന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് നമ്മുടെ ലൂബിയുണ്ട് കേട്ടോ, നമ്മുടെ മെയിൻ ആൾ കൂടെ ഉണ്ട്. ലൂബിയില്ലാത്ത പരിപാടിയില്ലല്ലേ? അയ്യോ തട്ടിയത് ലൂബീനപ്പ വേറെ ഒന്നുമല്ല കേട്ടോ. ലൂബീനെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഞങ്ങൾ ചൂണ്ടിടാനൊന്നും പോകാത്തതുകൊണ്ട് ലൂബീനെ ഒന്നും കൊണ്ടുപോകുന്നില്ലായിരുന്നു. നമ്മൾ വീടിൻ്റെ അവിടെയൊക്കെ ഇറക്കുമെന്നല്ലാണ്ട് ലൂബി ലോങ്ങൊന്നും പോയില്ല ഇതുവരെ. അത് മാത്രമല്ല, ലൂബി ഇച്ചിരി കടികത്തി ആയിട്ടുണ്ട്. ഇച്ചിരി കടിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കൂടിക്കൂടി വന്നിട്ടുണ്ട് ലൂബിക്ക്, അല്ലേ ലൂബി? അതുകൊണ്ട് ലൂബി ട്രെയിനിങ്ങിന് കൊടുക്കേണ്ടി വരും മിക്കവാറും, അല്ലേ ശരിയാവത്തില്ല. ഓക്കെ ലൂബിക്ക് അളിയനെ വേണം. അപ്പോഴാണ് പഠിച്ചേ. പട്ടി റിസ്ക്കാണ്. സന്ധ്യയുള്ളൂ ചാടി വന്നി കൊണ്ടുപോകും. ഈ അളിയൻ ഒരേ കാണിച്ച് പട്ടിനെ വരത്തിച്ച് കള്ള അളിയൻ. എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ലൂബിയുടെ സീറ്റാണ്, ലൂബി ഉള്ളപ്പ. അപ്പൊ അതുകൊണ്ട് അത് സീറ്റ് ഇരിക്കാൻ വേണ്ടി ചാടി കയറി എന്റെ മടി കയറി ഇപ്പൊ ഇരിക്കുന്നതാ ലൂബി. ഒരു താഴത്തിരി മുന്നേ അടുത്ത ദിവസം അച്ഛനാവാൻ സച്ചു. അങ്ങട്ടല്ലടോ, ഇവിടെ എവിടെയാണ്? ഞങ്ങൾ അന്ന് വന്നിട്ട് ഈ ഇത് കൂടെ പോയത്. ഇതിൽ കൂടെ പോവാനൊക്കെ പറ്റും. ഇവിടെ എവിടെ ഒരു മറ്റേ ഷൂട്ട് മറ്റേ ലൈറ്റ് കെട്ടിട്ട് ഞങ്ങള് തണ്ണീർമുക്കം ബണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചൂണ്ടിടുന്ന സ്പേസ് ഇതിന്റെ അപ്പുറത്ത് 2 കടത്തുണ്ട്. നമുക്ക് അറിയാതിരിക്കല്ലോ, ഞാൻ നേരത്തെ വീഡിയോ കിട്ടുക. അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്താറായതാ. അതിമനോഹരമായ പാലം അല്ലേ? പോച്ചാമാരെ അവിടെ സ്പീഡ് ബോട്ടൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ലെഫ്റ്റാണ്, ലെഫ്റ്റ്. നമുക്കിതേ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ ലൂബി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടെ നല്ല അടിപ്പം കക്കറച്ചൊക്കെ ഉണ്ട്. എടാ താഴത്തേക്ക് ഇറക്കടാ, നമ്മൾ ഇറക്കണല്ലേ? വേണ്ട മര്യാദക്ക് ഇരുന്നാൽ മതി. ലൂബിക്ക് തുടങ്ങിയിട്ടുണ്ട്. ലൂബി ഇറങ്ങിക്കോ, വണ്ടി ഇറങ്ങി പോകണത് അങ്ങനത്തെ. നീ കയറി ഇത് അങ്ങോട്ട് ആ വണ്ടി വളച്ചത് നമ്മുടെ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട്. അവിടെ ചൂണ്ടക്കാറ്റൊക്കെ ഉണ്ട് കേട്ടാ. ലൂബി സമീപനം പാലിക്കേണ്ടതാണ്. സംയമനം പാലിക്കേണ്ടതാണ്. ഒന്നുകൂടി പറഞ്ഞോളാം. അത് പാലിക്കേണ്ടതാണ്. നീ എടാ പിടിച്ചേ അക്കോ, എടാന്നേ ഫോൺ പിടിക്കണ സച്ചേ. ഡോർ ലോക്ക് ചെയ്തേ. പതക്കുക, കടിച്ചു പിടിക്കുക. ബണ്ട് പൊക്കി വിശക്കണതാണെന്ന് തോന്നല്ലോ. വൈകിട്ട് കാളല് ഇല്ല, എനിക്ക് വിശക്കണില്ല. എനിക്ക് മന്തി കഴിക്കാം. പൈസ ഞാൻ ഇടാം. അല്ല പൈസ ഇടാടോ, 20 രൂപ ഇടാം. എൻ്റെ ബാക്കി 160 രൂപ സച്ചുണ്ട് കേട്ടോ. ഫിഷ് ട്രാപ്പ് അവിടെ കൊണ്ടിട്ട് കയറായിട്ട് ലോങ് എറിയാം. ഫിഷ് ട്രാപ്പ് കയറാട് ലോങ് എറിയാം. കമോൺ, മെയിൻ ചൂണ്ടക്കാരൻ
മലപ്പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ. ഇമ്പോർട്ടഡ് ഫ്രം MLP. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 1 വർഷം മുമ്പ് ഇമ്പോർട്ട് ചെയ്ത ചൂണ്ടക്കാരനാണ്. ഇവിടെ കൊണ്ട് കെട്ടി. ഞങ്ങള് മീൻ പിടിക്കുന്ന സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫിഷ് ട്രാപ്പ്. അച്ഛന്മാരെ ഇതാണ് നമ്മുടെ ഫിഷ് ട്രാപ്പ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ കോഴിക്കോടനും ചെമ്മീനൊന്നും നീ എടുക്കല് കേട്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ കോഴിക്കോടനും കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കും. എന്നിട്ട് അങ്ങോട്ട് എറിയും. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ കൂടിയൊക്കെ വന്ന് മീൻ കയറും കേട്ടോ. ഈ ഗ്യാപ്പുകളിൽ കൂടിയൊക്കെ വന്ന് മീൻ കയറും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇതിന്റെ മെത്തേഡും അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് ഇതിന്റെ അകത്ത് കയറില്ലെന്നൊക്കെ കണ്ടറിയാം. എന്തായാലും ഈ സംഭവം പട്ടീനെ നീ നീയില്ലേ അവിടെ അല്ലേ ഇപ്പുറത്തെ ടാക്ക് കാട്ടിലേക്ക് കിട്ടണ തണലല്ലോ അവിടെ. അതും ശരിയാണ്. കല്ലിൽ ഉടക്കിയിടണ അവിടേക്കാണ്. അവിടേക്കാ അല്ല ഇവിടെ ഇവിടെ ഇടാൻ പറ്റിയില്ല. ഇതിനപ്പുറത്തേക്ക് പിന്നെ 2 കൊമ്പ് പിടിച്ചെടുക്കണം. നല്ല കൊമ്പൊന്നും വേണ്ടെന്ന്. ഏതെങ്കിലും 2 കൊമ്പ് മതി. അതെന്തിനാണ് അത്രയും വലുതൊക്കെ കുടിക്കാൻ നോക്കണം? ഓടിക്കും. ആ മരമേ ഓടിച്ചതല്ലേ. അതിൽ തൂങ്ങിക്കിടന്നോ? ദേ ഇല്ലേ അതിനൊക്കെ ഓടിച്ചെടുക്കണം. അത്രയും കൊമ്പ് വേണ്ടെന്ന്. ആ വെയിറ്റ് ഉണ്ടെന്ന്. വെയിറ്റ് എടുത്തുണ്ടെന്ന്. അല്ലേ ഒരെണ്ണം കൂടി കെട്ടിക്കോട്ടോ. സൂര്യ നീ അവിടെ അല്ലെങ്കിൽ അവളെ പൊട്ടിക്കണല്ല. നമുക്ക് ആദ്യം ഫിഷ് ട്രാപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് കോഴിക്കോടലാണ് ഇടാൻ പോണത്. അങ്ങായിട്ടോ അങ്ങനെ കെട്ടിയെന്ന് നമുക്ക് കണ്ടപ്പോ മീൻ കടിച്ചാൽ ഇറങ്ങിയല്ലേ എടുത്ത് കയറിക്കാനാ. ഇതിനകത്ത് മീൻ കറിക്കണേ പിന്നെ ഇറങ്ങിപ്പോയല്ലോ. ഇതിനെ കെട്ടി വെക്കണം. പടത്തിപ്പടത്തില്ല എല്ലായിടത്തും. അവിടെ 2 കരിങ്ങലെടുത്ത് ചെറുത്. വീഡിയോ കണ്ടില്ല വെറുതെ പറത്തിട്ട് പിടിക്കണത്. വെറുതെ കെട്ടിലിട്ട് അങ്ങനെ പറത്തു. അവിടെ കളിക്കണം. കൊള്ളാം. ഐഫോൺ കളിക്കല്ലേ. പുതിയതാണ് 15 Pro Max. വെയിറ്റ് അതിൻ്റെ അത് അപ്പോൾ ഒന്നും വേണ്ട. അതിങ്ങനെ പറത്തി കിരിക്കിരിട്. വെജിറ്റേറിയൻ. കല്ലിട് പിന്നെ വെയിറ്റ് വേണ്ട. ഏയ് എറിയണമെങ്കിൽ വെയിറ്റ് അല്ല. അപ്പം കയറി കേട്ടുണ്ടാക്കി വട്ടം കേട്ടു. നമ്മൾ എറിയാൻ പോണാണ്. എല്ലാവരും വിശ്വാസത്തിന്റെ പുറത്താണ്. മീൻ കുറെ കയറും. ഇത് പൊങ്ങി വരികയല്ല. അപ്പോൾ അത് ഇവിടെ ഇത്ര ഈ
എന്ത് അപ്പോൾ ഇവിടെ ഇടാൻ പറ്റിയ എന്ത് ഇവിടെ നോക്കിയേ, ഇവിടെ കല്ലല്ലേ, അത്രയും അങ്ങനെ അപ്പുറത്തേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ അറിഞ്ഞു കാണിച്ചു തരാം, അപ്പോഴും പിടിച്ചേ. ഞാൻ അറിയാം, അത് ഞാൻ അറിയാം. തള്ളിയിടൂടാ തിന്ന, അത് ഞാൻ അറിയാം. ഇങ്ങനെ കറക്കി 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 അങ്ങോട്ടറിഞ്ഞ കറക്കി കറക്കി അങ്ങോട്ടറിയാണേ. അപ്പുറത്ത് ഒന്നുമില്ല, അപ്പുറത്ത് കരയാണ് മറ്റേ. ഇവിടെ നിന്ന് അങ്ങോട്ട് കറക്കിയത്. ഈ വലയിടണമെങ്കിൽ ഇവിടെ മീനുണ്ടാവും. കറക്കി കറക്കി എറി എറി. അതാണ് പറയണത്, വെയിറ്റ് വേണം, വെയിറ്റ് വേണം. കേക്കല കല്ലുള്ളിട്ടാ പോലെ വേണ്ട വേണ്ട ഇതെടുക്കാൻ പറ്റില്ല. ഇത് മതി, ഈ കല്ല് വേണ്ട പോണ. ചുരണ്ടി എടുത്ത് കല്ല് തോണ്ടി എടുക്കും. ഇപ്പൊ സന്ദീപ് അതിൻ്റെ ഉള്ളിലോട്ട് പറഞ്ഞിട്ടാ പോരെ, ഇത്രയും പാടണ്ട. ആണോ? എന്നാ വേണ്ട, എന്നാ കയറ് കെട്ടിയത്, കയറ് കെട്ടിയത്. ഞങ്ങൾക്ക് ഈശ്വരാണ് ത്രില്ല്, ഞങ്ങൾ ത്രില്ലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ള. ഉള്ളിയൊക്കെ ഇട്ടാ നമ്മള് കൊമ്പനെയും പിടിച്ചിട്ട് പോകുന്നു. നീ അത് കുടുക്കാക്കിയ പതിയെ പതിയെ നോക്കി അത് എറിഞ്ഞിരട്ടാ. ഇതേ കുറെ ലെങ്തായി പോയി എറിയട്ടാ. മതിയെ പോണ കിട്ടോ. ഇതത് തന്നെ കല്ലിന്റെ വെയിറ്റ് കൊണ്ട് വല കയറാൻ പോകുന്ന കാഴ്ച. ഇതിന്റെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് അപ്പുറത്തേക്ക് ഇട്ടാ പോരാ. എപ്പോഴും അങ്ങനെ ഇറങ്ങിയ നെറ്റ് കയറും. അയ്യോ അവിടെ ഇനി വിട്ടോ. അത് കമ്പി കെട്ടിട്ടോ. അത് ഒഴുകിപ്പോണേടോ. ഒഴുക്കണ്ട, മോളിൽ നിന്ന് ഇങ്ങോട്ടും അടിയിൽ നിന്ന് അങ്ങോട്ടും ഒഴുകും. അതുകൊണ്ടോ എങ്ങനെ ഇരിക്കണേ? ഇറങ്ങിയാല ഇങ്ങനെ പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ നീന്തണ കൊമ്പനെ കെട്ടി അപ്പണ കറക്റ്റാ പോണ. അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. കയറോ പോണ. ശരിയായില്ല. ഈ സാധനം ഇങ്ങനെ നേരെ പോയി ഇടണം. അപ്പണ ഇറങ്ങി അതെ നമ്മുടെ അങ്ങോട്ട് അല്ല നീ ആ എറിഞ്ഞോ? പിടിച്ചിട്ടുണ്ട്, എൻ്റെ ഉണ്ട്. ഇല്ല അപ്പൊ മച്ചാന്മാരെ ഞങ്ങള് ചൂണ്ടിടാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പോ ടങ്കീസ് മൊത്തം കുടുങ്ങി ശോകമായി പോയി. ഇത് നോക്കിയാൽ ഇനി പൊട്ടിച്ചെടുക്കലേ നടക്കുള്ളൂ. ഒന്ന് പിടിച്ചാലേ, അങ്ങനെ ഒന്ന് പിടിച്ചാൽ ഒരു മിനിറ്റ് തിരിച്ചു ചുറ്റണം. സൂരജ് പറയുന്നത് ഇനി തണ്ണീർമുക്കം ബന്ധിലേക്ക് ഇനി ആരും വരണ്ട, ഇവിടുത്തെ മീൻ മൊത്തം പിടിച്ചെന്തേ പോകുള്ളെന്നാണ് പറഞ്ഞേക്കുന്നത്. കയ്പക്കുഞ്ഞിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നുള്ള പ്രാർത്ഥന. എന്തെങ്കിലും പള്ളത്തെങ്കിലും പിടിച്ചിട്ട് പോവുള്ളൂ കേട്ടോ. പിന്നെ കുഴപ്പമില്ല, പള്ളത്തിക്കുളത്തും എല്ലാം മേടിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പള്ളത്തിൽ അളിയാ നിങ്ങളുടെ അവിടെ ഇതുപോലെ മീൻ പിടിക്കാവുന്ന സ്ഥലമൊക്കെ ഉണ്ടോ? എന്തളിയാ നിങ്ങളുടെ അവിടെ ഇതുപോലെ മീൻ പിടിക്കാവുന്ന സ്ഥലമൊക്കെ ഉണ്ടോ? നമ്മൾ മലപ്പുറത്ത് മീനൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇനി മീൻ എന്തായാലും പിടിക്കും. ഒരു റോള് ചുറ്റി അവിടെ നിന്ന് ആ റോളിന്റെ സാധനം വാങ്ങണ്ടേ? അത് ടങ്കീസ് ഉള്ള വടിയാണ്, അത് കൊളുത്തുള്ള വടിയാണ്. അത് ഞാൻ അടുത്തുള്ള വടി കേട്ടോ, കള്ള എനിക്ക് ഇതിലേക്ക് ഇട്ട് കയ്യിലറിയാറ.
ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ സച്ചോണ്ട് കൊടുക്കണം, വായിൽ വെക്കാനാണ്. എന്ത് കിട്ടിയാലും വായി വെച്ച് കൊടുക്കുന്നു. സച്ചു ബന്ധപ്പെടുക. ചാവടിക്കാരുടെ സംഘം വന്നിട്ട് ഇതിന്റെ മറ്റേറ്റല്ലേ ഈ കാണുന്നത്? അത് എടുത്തോട്ടെ, പിടിച്ചോ. അല്ല അത് അതിൽ അങ്കി സെട്ടിക്കോട്ടെ, രണ്ട് കട്ടിയെടുത്താ പോരെ. നല്ല ടങ്കീസ് നോക്കി പഠിക്കണം കേട്ടോ, കെട്ടാവാത്ത. എല്ലാം കെട്ടാക്കിയിട്ട് കണ്ണട വെച്ചിരുന്നവൻ പറഞ്ഞ കേട്ടോ, കെട്ടാക്കാത്ത നോക്കി വാങ്ങണം. ഇതേ അപ്പോണ് ഇറങ്ങിയിട്ടുണ്ട് മൈദാപ്പു. മലപ്പുറത്തൊക്കെ തിരിച്ചു പോക്കില്ല. നീ ക്യാൻസലാക്കി. പോകില്ല 10 കിലോ മീൻ കിട്ടി അളിയാൻ വെക്കോ എന്നോട് പറയും. കാറെ കൊണ്ട് ഞങ്ങൾ ആക്കി ക്രെഡിറ്റ് കാശ് ഉണ്ട്. ഇനി 300 ക്രെഡിറ്റ് കാർഡ്, ഇനി 300 ക്രെഡിറ്റ് കാർഡ്. നാല് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഒരെണ്ണത്തിൽ 300, ഒരെണ്ണത്തിൽ എത്ര പണം? 50. എന്ത് ചെയ്തു? ഇങ്ങനെ അടക്കണമെന്നുള്ളു. ബാങ്ക് വർക്കർ ക്രെഡിറ്റ് കാർഡിന്റെ പുസ്തകമായിരിക്കണത്. 3 ക്രെഡിറ്റ്. വീട്ടിൽ കൊണ്ട് അഴിച്ചോളാം കേട്ടോ. ഇന്നലെ അമ്മക്ക് കൊടുത്തിട്ട് ഇവൻ ഇതും കൂടെ ഒക്കെ അഴിച്ചിട്ടുണ്ടോ? ഇന്നലെ എന്തും ചെയ്തേനെ. ഇന്നലെ കാറ് വരെ ഇരുന്ന് വാക്കം ചെയ്തു. അത് 5 മണി വരെ കാറിന്റെ അകത്ത് കിടന്നിട്ട് മുഴുങ്ങിയെടുത്ത പോലെ. ആ എനിക്കറിയാൻ വേണ്ടി പറഞ്ഞത് ഇതൊന്നും എടുത്തുന്നാളിയാ. അത് അടിച്ചു മറിച്ച് ആ ടങ്കീസ് കാണരുത്, മീൻ അറിയരുത്. ആഹാ അങ്ങനെ ഇടാനല്ല. അത് തന്നെ, മീൻ അറിയരുത്. അതിൽ കടിച്ചാ പൊട്ടു, ചുണ്ട് പൊട്ടു. എന്താണ് പറഞ്ഞേ? ഞങ്ങളിവിടെ എന്തെല്ലാരും, നീ പേടിക്കണ്ട. അതെന്തിനാ ഇരിക്കട്ടെ, അതൊന്നും ഇതിലിടാൻ പറ്റൂല. അത് അവിടെ അങ്ങനെ നിലത്തോക്കോ പ്രാന്ത പിടിച്ചോ. നമ്മുടെ വെയിറ്റ് ആണെങ്കിൽ കളയണം. ഒന്നും പോരാ, മീൻ അറിയരുത് അതിൻ്റെ ഉള്ളിൽ കുഴപ്പമില്ല. അതെ എടാ, മറ്റേ ഐസ് എന്തിനാ മറ്റേ ഇതിന്റെ 0.5 പോലത്തെ? ഞാൻ പിടിച്ചിട്ടിരുന്നോളാം. വേണം എനിക്കില്ലതാ ആ വണ്ണിൻ്റെ കൂടെ ഇടാൻ. ഇല്ലതാ എനിക്ക് ഇവിടെ നിറയാൻ ഇഷ്ടം. അവിടെ വേണ്ടപ്പോണ ഇതല്ലേ അതവിടെ അല്ലേ? ഇല്ല അമ്മ ലോങ് എറിയുള്ളൂ. ഇറങ്ങിട്ട് കുറച്ച് ലോങ് പോണേത്. അത് പൊളിച്ച് ഇനി ഞാൻ പിടിച്ചിട്ടിരുന്നോളാം. ആ കുപ്പി നടത്താക്കിട്ടെ കളി വലിച്ചിനെടുത്തരാ. അപ്പൊ മച്ചാന്മാരെ നമ്മള് ചൂണ്ടക്കിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചൂണ്ട അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ സൂര്യ അവിടെ നിന്ന് ചൂണ്ടിട്ടിരിക്കുകയാണ്. നമ്മളെ ഒരു ചൂണ്ട അക്കു പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. സൂര്യ അങ്ങോട്ട് പോയിട്ടുണ്ട്. ലൂബി, നമ്മുടെ ലൂബിക്കുട്ടി, നമ്മുടെ ലൂബിക്കുട്ടി മരത്തിൻ്റെ അടിയിൽ നല്ല തണലത്ത് കൊണ്ടുവന്ന് കെട്ടിയേക്കാണ് ആളാ. ലൂബി നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, നീ ഒന്ന് കാണിച്ചു. ലൂബി വെള്ളം ഇപ്പം തന്നെ കേട്ടോ.
അപ്പോൾ എടാ എന്ത് ചൂണ്ട എന്ത് എടാ എടാ കിട്ടിയാ കറക്റ്റ് ആ സമയത്ത് അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ മച്ചന്മാരെ നമുക്കൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഈ കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമുക്കൊരു ഫസ്റ്റ് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. കിട്ടിയപ്പോൾ ഞാൻ അതേ ഇതടക്കിടക്കിട്ട് സൂര്യ അപ്പോൾ സൂര്യച്ച് പിടിച്ച കരിമീനാണിത്. ലൂബി ലൂബി ഡേ അവള് കാട് കയറി പോയല്ല. ലൂബി അവിടെ കാട് കയറിക്കൊണ്ടിരിക്കും. എന്താണ് എന്താടി അയ്യോ ഞാൻ ആ കിട്ടിയിട്ട് അടിപൊളി മോനെ. ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയല്ല. നമ്മുടെ പണ്ടത്തെ അരാപ്പയമ്മയുടെ കുഞ്ഞിത് കോലാനാണ് കേട്ടോ. കോലാൻ അടിപൊളി. സത്യം പറഞ്ഞാൽ ഇതുവരെ കോലാനെ കിട്ടിയിട്ടില്ല ചൂണ്ടയിൽ. ഞാൻ പറയാനുള്ള അത് അക്കുവിന്റെ ചൂണ്ട കിട്ടിയല്ല അളിയന്റെ ചൂണ്ട കിട്ടിയാണ്. അളിയന്താ അവിടെ നിന്ന് ഏറ് ചൂണ്ട വീണ്ടും എറിയുന്നുണ്ട്. പോലീസ് അയാൾ പൊലേറെന്നൊക്കെ ചെയ്യണം. മോൻ എന്റെ മോനെ പൊള്ളി. നമുക്കപ്പോ സാധനത്തെ കിട്ടിയിട്ടുണ്ട് കോല. അവന്റെ വാ നോക്കണം. വാ സുഖമാണല്ലോ തീ ചുണ്ട് കുത്തി വരും. ചുണ്ട് കണ്ടു പൊളിയല്ലേ. ഓക്കെ ലൂബിക്ക് കൊടുത്താലോ. പോടാ പോടാ അതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പിടിച്ചത് ഇപ്പൊ പിടിച്ചത് ഇത് തമ്മിൽ ക്രോസ് ആവുക. കിട്ടിയാ ലൂബിക്കോണോ കൊടുത്താലോ. പോടാ അവിടെ പിടി. മൈദ കഴിച്ച് വയറ് നിറഞ്ഞ മീനുകൾ കിഴക്കോട്ട് മാറി നിൽക്കുക. അവിടെ മീൻ കൊടലുണ്ട്. അളിയൻ അടുത്ത കോലാനെ കിട്ടിയിരിക്കുകയാണ്. മച്ചാമാരെ ഇന്നതേ അക്കു ഇന്ന് കൂടുതൽ മീൻ പിടിക്കുന്നവർക്ക് 500 കേട്ടാ. ആ നീ പിടിച്ചത് മീനല്ല. പിടിച്ച് അക്കുവരുന്ന പിടി. ആരെണ്ണം പിടിച്ച് എപ്പം പിടിച്ച്? ആ പിടിച്ച് കരിമീനാണ് പിടിച്ച. കരിമീൻ അളിയനെ പിടിച്ച. ആ കോലാനെ പിടിച്ച് നീ ഇങ്ങനെ. അത് ശരിയാ. അളിയൻ ചൂണ്ടലെടുത്തിട്ട് വന്നപ്പോ സൂര്യ നീ നോക്കിയേക്കണം കേട്ടാ. പിടിക്കുന്നു. അപ്പൊ അളിയാ ഇന്ന് അവസാനം ഇപ്പൊ കാണാം. വെള്ളത്തിൽ പോണ കാണാം. മീൻ പിടിക്കുന്ന ആൾക്ക് ഇന്ന് 500 കേട്ടാ. എടാ അക്കു ഒരു പലഞ്ഞിയും വന്ന് പിടിച്ചാൽ നീ അതിന്റെ ഒപ്പം അങ്ങോട്ട് പോകും. ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? ആ സ്ഥലം കൊള്ളാന്ന്. അത് അളിയനാണെന്നോർത്ത് കൊത്തിയതാണ്. നീ രണ്ടാണ്. മച്ചാമ്പാരെ നീ ഇവിടെ കോലാന്റെ ബഹളം കോലാറ്റ. എടാ ഇത് കടയിൽ കൊടുത്തിട്ട് ഊണ് വരുവാന്ന് ചോദിച്ചാലോ. സെക്കൻഡ് അക്കു മീൻ പിടിക്കാൻ പഠിച്ചിരിക്കുകയാണ് മച്ചാമാരെ. എടാ അത് മീനോർത്ത് അളിയനാന്നോർത്താ കൊത്തിയത്. ഈ മണ്ടനെ കണ്ട കൊത്തുവാ. ചാടിപ്പോന്നറ. ടോട്ടൽ മീന് 3 മീനായി. 3 അല്ല 4. ഒരു കരിമീൻ 3 കോലാൻ. ഇന്ന് കോലാൻ വറുത്തതാളേ. മച്ചാമാരെ ഞാനെന്ത് ചൂണ്ടൊക്കെ സെറ്റാക്കി ഞാൻ എന്തായാലും പോയി ഇടാൻ പോയാണ്. നോക്കട്ടെ. ഒറ്റക്കിരുന്ന് സ്വയമായി പ്രേമിക്കുന്ന അക്കു സ്വയം പോകാം. ഓ പൊള്ളി. ആ എറി കണ്ടോ പറയൂ. അപ്പോൾ മച്ചാമാരെ നമ്മൾ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ട്രാപ്പ് ഒന്ന് പൊക്കി നോക്കാം. ആശുപണി പോട്ടറാ. മാറ്റി വാത്തപ്പോ പോയി. കയ്യെന്ന് ഒരു വെള്ളത്തിൽ പോയാൽ പോയില്ലേ. വേണ്ട മോളിൽ നിന്ന് വലിച്ചേറ്റാ പോരെ. ആ അവിടുന്ന് കയറിയല്ല. അല്ലടാ അവിടുന്ന് കയറിയല്ല. ഇവിടെ തട്ടുമായിരിക്കും. ആയിക്കോട്ടെ വെച്ചുള്ള മീൻ പിടുത്തം. ഓ പൊള്ളി. ഓ
തെന്നിയേങ്ങാൻ വേണ്ടി ചത്തുപോയ അപ്പൊ പൈസ പോലും കിട്ടിയല്ല. ദൈവമേ, എന്തെങ്കിലും മീൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പൊക്കുകയാണ്. എടാ അവിടെ ചൂണ്ടിടാതറ. പിടക്കമുണ്ട് കോഴിക്കോട്. Oh my God! ഒന്നുമില്ല മച്ചാനെ. ഇത് ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. കാറടച്ച് വെള്ളത്തിട്ടല്ലടാ, നാളെ പൊക്ക. അത് നല്ലൊരു ആദ്യം കിട്ടിയില്ല. ഇപ്പോഴും നമുക്ക് മീനെ കണ്ടുപിടിക്കും. ക്യാമറ ഒപ്പം ചാടില്ല കേട്ടോ, വയ്യാത്തോണ്ടാ. പോരി, നല്ല വെട്ടം കിട്ടും, മീൻ കാണാനും പറ്റും. ബാ അല്ല കയറി വേടാ പന്നി. ഞാൻ പോയി വെള്ളം മേടിച്ചിട്ട് വരട്ടുന്നു. ഞാൻ അവിടെ വരെ എത്തില്ല. ടൈം ഞാൻ മീൻ അത്തു. മീനാണ് ഇത്. മറ്റേ കരഭാഗമല്ലേടാ? അല്ല ഇത് മറ്റേ കരഭാഗമല്ലേടാ? പറയുമീൻ കയറി ഇങ്ങോട്ട് വാ. മീനെന്നെ പ്രാഗുണ്ട്. നിനക്ക് നല്ല സാധനം മേടിച്ചിട്ടാണ്. എന്തോ കിട്ടിയാ? അപ്പൊ മച്ചാമാരെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. ഇതേ സച്ചു മീൻ പിടിക്കണൊക്കെ നോക്കി അന്തം വിട്ടിരിപ്പുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ ഇട്ട് വെച്ചേക്കണ ഫിഷ് ട്രാപ്പ് ഒന്ന് നമുക്കൊന്ന് എടുത്ത് പൊക്കി നോക്കാം. വല്ല മീൻ എന്താന്ന് നോക്കാം. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇറങ്ങാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവിടെ മണ്ണൊക്കെ കെട്ടിയിട്ട്, അതായത് സൈഡിൽ ഒരു വെയിൽ പോലെ കെട്ടിയിട്ട് മറ്റേ മണ്ണിട്ട് നിറച്ച് ഫില്ലാക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് ആ സൈഡിൽ മാത്രം നമുക്ക് ഇറങ്ങാൻ കേട്ടോ. ആ കാണുന്ന മണ്ണ് കണ്ട, അത് നമുക്ക് കുറച്ച് സ്ഥലം മാത്രം അങ്ങനെയുള്ളൂ. ബാക്കി അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആഴമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ആഴമാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ ഫിഷ് ട്രാപ്പ് ഇട്ടേക്കുന്നത്. എന്തായാലും നമുക്ക് പൊക്കി നോക്കാം, വെള്ളം കിട്ടുമെന്ന് നോക്കാം. ഇപ്പൊ പതിയെ നമ്മളങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കണേണ്. അടിപൊളി. നമുക്ക് എന്തായാലും പൊക്കി നോക്കിയിട്ട് ഒരു സാധനം കിട്ടിയില്ല. എങ്ങനെയുണ്ട്? നമ്മള് ഇട്ട് വെച്ചേക്കണ കോഴിക്കോടിലൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഒരു സാധനം പോയിട്ടില്ല. എന്തായാലും അടിപൊളി. മീനുണ്ട്. എല്ലാം ഇപ്പൊ കാണിയത്. കുറച്ച് തീറ്റ കൂടെ അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഇവനെ ഇവിടുന്ന് വലിക്കും. എന്നിട്ട് അപ്പുറത്തെ തോട്ടിലായിട്ട് ഇടും കള്ളക്ക. പോച്ചാമ്പറ്റ നമ്മുടെ ട്രാപ്പൊന്ന് പൊക്കി നോക്കാൻ പോവുകയാണ്. അയ്യോ, ഇറങ്ങാൻ പറ്റുമല്ലോ. നാനു അക്കു ഈ വാണോ? അപ്പൊ മച്ചമ്മന്റെ അടുത്ത സ്ഥലത്തിട്ട ഫിഷ് ട്രാപ്പ് പിന്നെ നമ്മൾ പൊക്കി നോക്കി. അതിൻ്റെ അകത്ത് ഒന്നുമില്ല മച്ചമ്മര്. സത്യം പറഞ്ഞ ഈ ഫിഷ് ട്രാപ്പ് വല്ലാത്തൊരു ആയിപ്പോയി. ഒന്നും പറയണ്ട, ഇതിൻ്റെ അകത്ത് വീരത് കിട്ടുന്നില്ല കേട്ടോ. പുള്ളിക്കാരൻ തന്നെയാണ് പറഞ്ഞത്, നേരെ കൊണ്ടുക, ഇടുക, നേരെ പൊക്കുക, അതറച്ച് മീൻ. ഇങ്ങനെയൊക്കെ പുള്ളി കാണിച്ചു തന്നത്. ഈ വീഡിയോ പുള്ളിനെ കാണിച്ചു കൊടുക്കണം. എന്തായാലും എറിയാനൊരു രസം ഉണ്ടല്ലോ, കുറച്ചു നേരത്തെ ഒരു രസത്തിൽ എറിഞ്ഞിരിക്കും. ഉടക്കിയ
ഉടക്കി കാണും. ഉടക്കിയല്ല പോണു, ഉടക്കിയല്ലെന്ന് ഒരു മുമ്പിയതാണ് അത്. കൊടയം പിടിച്ചിട്ട് എന്റെ പൊന്നു മച്ചാന്മാരെ ഒരു രക്ഷയില്ലാഞ്ഞ കേട്ടാ. ശരിക്കും മീൻ കൊത്തിയതായിരുന്നു. എന്തെന്നാന്ന് അറിയാമില്ല, എന്തോ വെയിറ്റുള്ള എന്തോ ഒരു വലിയ മീനായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ ഒരു കൊത്തറിയണത്. പക്ഷെ എന്തോ വലുതായിരുന്നു. പക്ഷെ സാധനം പൊട്ടിച്ചെന്ന് പോയി, കിട്ടിയില്ല കേട്ടാ. അക്കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അക്കു എറിഞ്ഞ് പിടിപ്പിച്ച ചൂണ്ടായിരുന്നു. എന്തോ കാര്യമായിട്ട് എന്തോ കൊത്തിയതായിരുന്നു. എന്തായാലും നമ്മൾ വിട്ടു കൊടുക്കത്തില്ല, നമുക്ക് ഇനി ഇടാം. ആ കുടലെടുത്ത് നിന്നിട്ട് പോവാം. വിശന്ന് വലഞ്ഞു നിൽക്കുന്ന സച്ചു പോകാന്ന് പറഞ്ഞാലും വിട്ട് കൊടുക്കണ്ട അപ്പു. ഇതൊക്കെ എന്ത്, ഒരു ദിവസം ഒന്നും കഴിച്ചില്ലല്ലോ ഒന്നും ആകൂലെന്ന് പറഞ്ഞ് പട്ടിണി കിടന്നുകൊണ്ട് സച്ചു അപ്പുവിന്റെ ധീരത കാണുന്നു. പോണ്ടേ വിശക്കണമെന്ന്. എന്തോരം വെള്ളം നോക്ക്, കുടി. സച്ചുവിന്റെ വിശപ്പ് കാരണം ഞങ്ങൾ നിരാശപ്പെടുത്തി നിൽക്കുന്നു അവൻ. വിശന്നെന്ന് പറയണത് രാവിലെ 3 പൊറോട്ടയും 1 ബീഫ് റോസ്റ്റും 11 മണിക്ക് കഴിച്ച ഫുണ്ടാണ് പറയണത്. 2 മണിയായപ്പോ വിശക്കണമെന്ന് അല്ലേ പോണാ. 3 പൊറോട്ടയും ബീഫ് റോസ്റ്റും അതൊരു ചായ. നമ്മുടെ ഫിഷ് ട്രാപ്പൊക്കെ വൻ പരാജയമായി പോയി. കാരണം ഇതിൻ്റെ അകത്ത് സാധനം കിട്ടില്ല. പിന്നെ ഞങ്ങൾ കോഴിക്കോടിലാണ് ഇട്ടത്. ടീച്ചറുടെ വിഷയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കയറാത്തത്. മാത്രമല്ല അധികം സമയം ഞാൻ ഇട്ടില്ലല്ലോ. എന്തായാലും ഇതെന്തായാലും അഴിച്ച് മാറ്റാൻ പോവുകയാണ്. കോഴിക്കോടിലൊക്കെ ഇട്ട് ഇങ്ങനെ കരിച്ച് പിടിച്ചെടുക്കുക. എടാ ഒന്നുമില്ലല്ലോ കുട്ടിക്ക് കോഴിക്കോട് വലിച്ചു കൊടുത്തിട്ട് അവ നീണ്ട കിടക്കാൻ വലിയ കൊടുത്തിട്ട് അപ്പം അതും കെട്ടി വെച്ചേക്കണം. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു കെട്ടൻ്റെ ഉള്ളി ഇട്ടാൽ മതി. കേട്ടില്ല കള്ള് വേണം ആവശ്യമല്ലേ. പോവാ അതെ ആ ഗോതമ്പിൻ്റെ സാമാനൊക്കെ എടുത്തോ. ആ പേ ആയിപ്പോൾ കഴിക്കുന്നത് ഞാൻ വിളിക്കാം. ഇല്ല അതെ വീഡിയോ ട്രാപ്പ് മടക്കണ്ടേ? അപ്പോൾ ഞാൻ നിർത്തിച്ച് ഇങ്ങനെ തന്നെ ആയിരുന്നു. ആ കല്ലിട്ട് മടക്കാൻ പറ്റിയല്ലേ. കമോൺ ആ ലോബി അല്ലയോ കമോൺ അല്ലെ നമ്മളെ ചൂണ്ടപ്പുറത്ത് എടുത്തോളാം. ബാഗ് നമ്മളെയാ ബാഗ് നമ്മുടെ കാരക്കുണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് ഇടത് കൊളുത്താണിത്. ഈ കിറ്റിൻ്റെ അകത്തായിട്ട് കൊളുത്ത അങ്ങനെ പിടിച്ച കൈ ഇതിൻ്റെ അകത്തേക്ക് ഇടും. സോറി അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.